ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ KG ദിലീപ് കുമാർ ചേരുന്നുണ്ട്. അദ്ദേഹം SEMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്, ഒരു മോട്ടോർ വാഹന വിദഗ്ധനാണ്. ശ്രീ ദിലീപ് കുമാർ, ഇപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഉന്നയിച്ച വാദങ്ങൾ അങ്ങ് കേട്ടു. E20 എന്ന ഒരു പുതിയ തരം പെട്രോളിനെ, എഥനോൾ മിക്സ്ഡ് ആയിട്ടുള്ള 20% എഥനോൾ കലർന്ന പെട്രോളിനെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള എഞ്ചിനുകളല്ല 2023 വരെ ഇറക്കിയിരുന്നത് എന്നത് നമുക്കൊക്കെ അറിയാം. വലിയ പ്രശ്നമില്ലാതെ പോകുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു E5 വരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, E10 വരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ഓടിക്കുന്ന വാഹനങ്ങൾ എന്താണെന്ന്. ഇതൊന്നും ഒട്ടും ബാധിച്ചിട്ടേ ഇല്ലെന്നാണ് ശംഖു പഠനങ്ങൾ വെച്ച് പറയുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം എന്താണ്? ഈ ഒരു ട്രാൻസിഷൻ വളരെ പെട്ടെന്ന് വാഹനങ്ങൾക്ക്, അല്ലെങ്കിൽ നിലവിൽ ഇത്തരം സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യന്മാർക്ക് ഇത് ഹൈ എൻഡിലേക്കൊന്നും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇത് ഈ E20യിലേക്കുള്ള മാറ്റം അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ? അങ്ങയുടെ മനസ്സിലാക്കൽ എങ്ങനെയാണ്? ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ ഒരു നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് E20 കോമ്പറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ വരുന്ന 2023-ലാണ്. പക്ഷെ അതിന് മുമ്പുള്ള വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. ഈ വാഹനം അത് 3 തരത്തിലാണ് ഒരു വാഹനത്തെ അത് ബാധിക്കുന്നത്. എഞ്ചിന്റെ ഒരു ഡ്യൂറബിലിറ്റി, അദ്ദേഹം പറയുന്ന അതിന്റെ മെറ്റൽ സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കാം, റബ്ബർ കോമ്പണന്റുകളാവാം, വാഷുകളാവാം, ഇതിനകത്തൊക്കെ ഉണ്ട്. 2016 തന്നെ എയറയുടെ, എനിക്ക് തോന്നുന്ന റോഡ് മാപ്പ്, നീതി ആയോഗ് പബ്ലിഷ് ചെയ്തിട്ടുള്ള റോഡ് മാപ്പ് ഫോർ എഥനോൾ ബ്ലെൻഡിങ് 2020-2025 എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ തന്നെ എയറയുടെ 2016 റിപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് സമ്മതിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള സംഗതികളിൽ ചില കൊറോഷൻ അല്ലെങ്കിൽ അതിനകത്ത് കുറെ ഡാമേജുകളൊക്കെ വരുന്നതിനെ കുറിച്ച് അന്നത്തെ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. പിന്നെ ഉള്ളത് മെറ്റീരിയൽ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന മെറ്റീരിയൽ. പിന്നെ ഉള്ളത് അതിന്റെ എമിഷൻസ് പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും എമിഷൻ പെർഫോമൻസിന്റെ കാര്യത്തിൽ കുറെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മളതിന്റെ ഒരു ഡെറ്റോണേഷൻ മാത്രമല്ല ഈ എഥനോളിന്റെ കാര്യത്തിൽ നോക്കേണ്ടത്. എഥനോൾ അദ്ദേഹം പറയുന്ന ഡെറ്റോണേഷൻ 105, 106 ഒക്കെ ഉണ്ട്. സാധാരണ പെട്രോളിനെ സംബന്ധിച്ച് 92, 94 കിട്ടുന്ന അതിനേക്കാളും കൂടുതലുണ്ട്. പക്ഷെ ഇതിന്റെ കലോറിഫിക് വാല്യൂ, ഒന്ന് അതിന്റെ ഫ്യുവൽ, ഒരു കിലോ ഫ്യുവൽ കത്തുമ്പോൾ എത്ര എനർജി ഉത്പാദിപ്പിക്കപ്പെടും എന്നുള്ള കാര്യമാണ്. അത് ഏതാണ്ട് 43 മില്യൺ ജൂൾസ്, മെഗാ ജൂൾസ് ആണ് അതിനകത്ത് ഒരു കിലോ ഡീസൽ പെട്രോൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ അത് തിരിച്ച് അല്ലെങ്കിൽ ഒരു 10,300 കിലോ കലോറി പെർ kg എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എഥനോളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വാല്യൂ വളരെ കുറവാണ്. അത് 27 ഒക്കെ ഉള്ളൂ. അതായത് 6,700, 7,000 കിലോ കലോറിക്ക് താഴെയാണുള്ളൂ. അതുകൊണ്ട് തന്നെ മൈലേജിൽ ഒരു ഡ്രോപ്പ് ഉണ്ട്. അദ്ദേഹം പറയുന്നതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. 2 മുതൽ 6% വരെ മൈലേജ് ഡ്രോപ്പാണ്, അതായത് E0യിൽ നിന്ന് E10ലേക്ക് വരുമ്പോൾ ഉള്ളത്. E10ൽ നിന്ന് E20യിലേക്ക് പോകുമ്പോഴാണ് ഒരു 1% to 1 to 2% മൈലേജ് കുറയാമെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പല വാഹനങ്ങളും, ഇപ്പൊ നമ്മുടെ മോട്ടോർ വാഹന സ്റ്റാൻഡേർഡ് അനുസരിച്ച് 2017 ഏപ്രിൽ 1 മുതലാണ് BS4 വാഹനങ്ങൾ വന്നത്. 2020 ഏപ്രിൽ 1 മുതലാണ് BS6 വാഹനങ്ങൾ വന്നത്. പക്ഷെ ഈ വാഹനങ്ങളൊക്കെ നേരത്തെ മുതൽ, ഇപ്പൊ ഹോണ്ട ക്ലെയിം ചെയ്യുന്നത് 2009 മുതലൊക്കെ എഞ്ചിൻ മെറ്റൽ ഇതിന് കോമ്പാറ്റബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തും ചില സംശയങ്ങളോട് ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ പഴയ വാഹനങ്ങൾ, ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ഈ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവര് 2010 മുമ്പുള്ള വാഹനങ്ങളുണ്ട്, 2015 മുമ്പുള്ള വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങൾക്ക് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്ന് കലോറിഫിക് വാല്യൂന്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഒന്ന് ഡെൻസിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഡെൻസിറ്റി പെട്രോളിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഡെൻസിറ്റി അല്ലെങ്കിൽ തൂക്കം കൂടിയ ഒരു ദ്രാവകമാണ്, അല്ലെങ്കിൽ ലിക്വിഡാണ്. 0.79 ആണ് അത് വരിക, അതിന്റെ ഡെൻസിറ്റി വരെ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലിക്വിഡ് സ്വാഭാവികമായിട്ടും താഴെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, മറ്റ് പെട്രോളിനേക്കാളും തൂക്കം കുറഞ്ഞതുകൊണ്ട്. മാത്രമല്ല അതിനകത്ത് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി, മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി. അത് പെട്രോളിനെ അപേക്ഷിച്ച് 3 മടങ്ങ് കൂടുതലാണ് എഥനോളിന്. അതായത് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പെട്ടെന്ന് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായിട്ടും വാഹനങ്ങളുടെ ഫ്യൂവൽ ലൈനിലും കൊറോഷൻ പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല ഐഡ്ലിംഗ് സമയത്തുള്ള സ്റ്റാർട്ടിങ്ങിനകത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് നിരവധിയുണ്ട്. ലോക്കൽ വർക്ക്ഷോപ്പുകളിലൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാം, ഈ പഴയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് 2017 മുമ്പുള്ള അല്ലെങ്കിൽ BS4 മുമ്പുള്ള വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ ഇപ്പോൾ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് തന്നെ ഈ വാഷർ, റബ്ബർ കോമ്പണന്റുകളുടെയൊക്കെ ഡാമേജുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മൈലേജ് എന്തൊക്കെയായാലും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു വസ്തുത. അത് എനിക്ക് തോന്നുന്നു നീതി ആയോഗ് തന്നെ അത് നിഷേധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട്
6% മുതൽ 8% വരെയാണ് ഈ 0-ൽ നിന്ന് E20 എത്തുമ്പോൾ മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്ക് 17.78 കിട്ടിയിരുന്നത് 15.7 എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10% 11% മൈലേജ് കുറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, കാരണം അതിന്റെ കലോറിഫിക് വാല്യൂ കുറവായത് എന്നുള്ളത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ E20 കമ്പൽസറി ആക്കുന്നതല്ല അതിന്റെ കുഴപ്പം. E20യുടെ ഒപ്പം പഴയ വാഹനങ്ങൾക്ക് E20 അല്ലാത്ത ഫ്യൂവലും കൂടി ലഭ്യമാക്കണമായിരുന്നു. ഒറ്റയടിക്ക് ഇത് ടോട്ടലി E20 ഫ്യൂവൽ മാത്രമേ നമുക്ക് ലഭ്യമാകൂ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെ ഇതിനകത്ത് മൊളാസസിൽ നിന്ന് അല്ലെങ്കിൽ കരിമ്പിൻ്റെതിൽ നിന്നും മാത്രമല്ല നമ്മുടെ ധാന്യങ്ങൾ 740 കോടി രൂപയ്ക്കുള്ള അല്ലെങ്കിൽ കോടി രൂപയ്ക്കുള്ള എഥനോള് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഫുഡ് ഗ്രെയിൻസിൽ നിന്നാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യത്ത് അതും ഒരു പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ ഫ്ലെക്സ് ഫ്യൂവൽ വരാൻ പോണേ ഈ 85 എനിക്ക് തോന്നുന്ന മാരുതിയുടെ വാഗണാർ പോലെയുള്ള വാഹനങ്ങൾക്ക് ആൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2027 ഈ 100 ഫ്യൂവല് പൂർണ്ണമായിട്ട് മെഥനോളിൽ ഓടിക്കുന്ന വാഹനങ്ങളും വരുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ അത് ഉപയോഗിച്ചോട്ടെ. പക്ഷെ ഈ E20 ഫ്യൂവൽ എല്ലാത്തിലും വ്യാപകമായിട്ട് ഒരേ സമയം ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.